അലൈക്കും വറഹ്മത്തുള്ളാഹി. 1-ാം ക്ലാസ്സിൻ്റെ ദുറൂസ്. ഒന്നാമത്തെ പാഠം ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് എന്നുള്ളത്. അതിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് പറയുന്നത്. നോക്കാം. ബന്ധുക്കൾ എന്നുള്ളത് ഇസ്ലാമിൽ വളരെയധികം വില കൽപ്പിക്കുന്ന ഒരു സംഗതിയാണ് ബന്ധുക്കൾ എന്നുള്ളത്. അപ്പോൾ അതാണ് 3-ാം ക്ലാസ്സിൻ്റെ കുട്ടികൾക്കുള്ള ഒന്നാമത്തെ പാഠം എന്നുള്ളത്. ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് എന്നുള്ളതാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് കുടുംബക്കാരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും വലിയ ഇഷ്ടമാണല്ലോ. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വലിയ ഇഷ്ടമാണ്. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ഇത് രണ്ടും പോയിൻ്റാണ്. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വലിയ ഇഷ്ടമാണ്. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ആരാണ് കുടുംബക്കാർ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അവർ താമസിക്കുന്നത് എത്ര അകലെയാണെങ്കിലും നേരിട്ടോ ഫോണിൽ കൂടിയോ മറ്റോ അവരുമായി നാം ബന്ധം പുലർത്തണം. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ എന്തൊക്കെയാണ് നമുക്ക് നേട്ടങ്ങൾ ലഭിക്കുക എന്നുള്ളത്. ഒന്നാമത്തത്, നമുക്ക് റിസ്ക് വിശാലമാക്കും. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാണ് അർത്ഥമെങ്കിലും നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും റിസ്ക്കിൻ്റെ ഭാഗമാണ്. നമുക്ക് ലഭിക്കുന്ന വീട്, അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന കാറ്, നമുക്കുണ്ടാവുന്ന സമ്പത്ത്, കാര്യങ്ങളൊക്കെ റിസ്ക്കിൽ പെടും. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ആയുസ് കൂടും. ആയുസ് കൂടാനും ഈ ഒരു ബന്ധം പുലർത്തുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. അതുപോലെ തന്നെ നമ്മളും അവരും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കും. സ്നേഹം ഉണ്ടാകുന്ന സമയത്താണ് ഒരു കുടുംബം ആവുന്നത്. പിന്നീട് കുടുംബക്കാരുമായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ബന്ധം പുലർത്തുക, ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിവിടെ പറഞ്ഞു. ഇനി ബന്ധം എങ്ങനെയൊക്കെ നമുക്ക് പുലർത്താം, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നോക്കാം. കുടുംബക്കാരെ സൽക്കരിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. അവർക്ക് സ്വതക്ക ചെയ്യുക, അവർക്ക് പൈസ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വലുതായ ഇൻഷാ അല്ലാഹ് നമ്മളും നമ്മളെ കുടുംബക്കാർക്ക് പൈസ കൊടുക്കണം. അതുപോലെ തന്നെ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. നമ്മളൊക്കെ കുടുംബക്കാരെ സഹായിക്കാറുണ്ടല്ലോ, അത് തന്നെ. പിന്നെ അവരെ സന്ദർശിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോകാറില്ലേ, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ അവർക്ക് ഹദിയ നൽകുക, സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ ഒക്കെ കൊടുക്കുക. അതൊക്കെ വളരെയധികം നമ്മൾ കുടുംബക്കാരെ വീട്ടിൽ പോകുന്ന സമയത്ത് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറില്ലേ, അതൊക്കെ ഹദിയയുടെ ഭാഗമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക. എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ രോഗിയാവുന്ന സമയത്തൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക. നമുക്കറിയാം, നമ്മൾ കല്യാണങ്ങളും മറ്റു സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പോകാറും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറും ആ സന്തോഷങ്ങളിൽ പങ്കെടുക്കാറൊക്കെ ഉണ്ട് അല്ലേ. ഒക്കെ കുടുംബ ബന്ധം പുലർത്തുന്നതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയാലോ, കുടുംബക്കാരിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയാലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സങ്കടങ്ങളോ അപകടങ്ങളോ അങ്ങനെ എന്തെങ്കിലും സങ്കടകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകാറുണ്ട് അല്ലേ, ആശ്വസിപ്പിക്കാറുണ്ട് അല്ലേ, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാറുണ്ട് അല്ലേ. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പിന്നെ ഇവിടെ ഒരു കോട്ടിങ് നമുക്ക് കാണാം, ഇവിടെ ഒരു ഹദീസ് നമുക്ക് കാണാം. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യസുൽ റഹിമഹു. ബുഖാരി എന്നൊരു വലിയൊരു പണ്ഡിതനാണ് കേട്ടോ. ഈ പണ്ഡിതന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. വമൻ കാന യുഅ്മിനു, ആരെങ്കിലും മുഅ്മിനാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടോ വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിനെ കൊണ്ട് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, നമുക്കറിയാം 6 ഈമാൻ കാര്യങ്ങളിൽ 6 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട 2 കാര്യമാണ് അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക, അന്ത്യനാളെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത്. വിശ്വസിച്ചാൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, മുഅ്മിനാവുക അല്ലേ. അങ്ങനെ മുഅ്മിനായിട്ട് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫല്യസുൽ റഹിമഹു, ഓന് കുടുംബ ബന്ധം പുലർത്തട്ടെ എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ. മുഅ്മിനിൻ്റെ അടയാളാണത്. മുഅ്മിനാണെങ്കിൽ ഇതൊക്കെ ചെയ്യണം. പിന്നെ
പ്രത്യേകം ഉത്തരം എഴുതാം എന്നുള്ള ഭാഗം നോക്കിയാൽ ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് മനസ്സിലാവും. 1, കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ 4 ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, ഈ 4 കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങൾ 4 ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 എന്ത് ചെയ്യുക, നമ്മൾക്ക് പോയിൻറ്റ്സ് ആക്കിയിട്ട് എഴുതി വെക്കുക. ഓക്കെ, 4 5 പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഒരു 4 പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആരാണ് കുടുംബക്കാർ എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധം ഉള്ളവരാണ് കുടുംബക്കാർ. പിന്നെ ഉസ്താദിനോട് അന്വേഷിക്കാം, കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ ലഭിക്കുന്ന കൂലി. സാധാരണ നമ്മൾ സ്വതക്ക ചെയ്താൽ എന്താ കിട്ടുക, ഒരു കൂലി കിട്ടും അല്ലേ, സ്വതക്കൻ്റെ കൂലി കിട്ടും. അതുപോലെ തന്നെ അത് കുടുംബക്കാർക്ക് സ്വതക്ക നൽകിയാൽ എന്താ അറിയോ, 2 കൂലി കിട്ടും. ഒന്ന് സ്വതക്ക ചെയ്തതിൻ്റെ കൂലിയും കിട്ടും, അതുപോലെ തന്നെ കുടുംബക്കാർക്ക് കൊടുക്കുമ്പോൾ ആ കുടുംബ ബന്ധം പുലർത്തല്ലേ നമ്മൾ, അപ്പോൾ 2 കൂലി നമുക്ക് എന്ത് ചെയ്യും അവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ കുടുംബ മരം വരക്കാം, നമുക്ക് വരച്ചതായിരിക്കും, നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഉസ്താദ് പ്രിൻ്റ് എടുത്തിട്ട് എഴുതിപ്പിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും നമ്മളെ കുടുംബ മരം. അതായത് ഉപ്പയുടെ കുടുംബ മരം, അതുപോലെ തന്നെ ഉമ്മയുടെ ഒരു കുടുംബ മരം. ആ കുടുംബത്തിൽ ഒരുപാട് ചില്ലകൾ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ നമുക്ക് മാതൃകുടുംബം, അതിൽ ആരൊക്കെ ഉണ്ടാവും, ഉമ്മ ഉണ്ടാവും, ഉമ്മൻ്റെ പേര് എഴുതുക. അതുപോലെ തന്നെ ഹാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ സഹോദരി, ഉമ്മാൻ്റെ സിസ്റ്റർ, അതായത് ഉമ്മാൻ്റെ താത്തയോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ അനിയത്തിയോ ഒക്കെ ഉണ്ടാവില്ലേ, ഓർക്കാണ് എന്ത് പറയുക, ഹാലത്ത് എന്ന് പറയുക. ഉമ്മാൻ്റെ സഹോദരി നമ്മൾ മൂത്തമ്മാന്നോ എളാമാന്നോ മേമാന്നൊക്കെ വിളിക്കൂലേ, അതുപോലെ തന്നെ ഹാല് എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ സഹോദരൻ, നമ്മളെ മാമന്മാരുണ്ടാവില്ലേ, ഉമ്മാൻ്റെ കാക്ക അല്ല ഉമ്മാൻ്റെ അനിയനൊക്കെ ഉണ്ടാവില്ലേ, അത് മാമന്മാർ, അവർക്കാണ് ഹാല് എന്ന് പറയുക. അപ്പോൾ ഹാലത്ത് പറഞ്ഞാൽ ഉമ്മാൻ്റെ സഹോദരി, ഹാല് പറഞ്ഞാൽ ഉമ്മാൻ്റെ സഹോദരൻ, ഉമ്മ പറഞ്ഞാൽ ഉമ്മ. പിന്നെ അതുപോലെ തന്നെ ജദ്ദത്ത് പറഞ്ഞാൽ വല്യുപ്പ, ജദ്ദത്ത് പറഞ്ഞാൽ വല്യമ്മ. ഇത് നമ്മൾ ഒരു മരമൊക്കെ വരച്ചിട്ട് അവരുടെ പേരുകൾ നമ്മളുടെ ഉപ്പേൻ്റെ ഉമ്മേൻ്റെയും അതുപോലെ തന്നെ വല്യമ്മൻ്റെയും വല്യുപ്പൻ്റെയും അതുപോലെ തന്നെ മാമൻ്റെയും മേമൻ്റെയും ഒക്കെ പേരുകൾ എഴുതിയിട്ടുണ്ടാവല്ലോ, അതേപോലെ തന്നെ ഉപ്പാൻ്റെ പേര് എഴുതുക. അതുപോലെ അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ സഹോദരൻ, ഉപ്പാൻ്റെ കാക്കയോ അനിയനോ ഉണ്ടാവില്ലേ, അവർക്ക് അമ്മ എന്നാണ് പറയുക. ഇവിടെ ഉമ്മാൻ്റെ സഹോദരൻ എന്താ പറയുക, ഹാല്. അതുപോലെ തന്നെ ഇവിടെ ഉപ്പാൻ്റെ സഹോദരൻ്റെ പേര് അമ്മ. ഇനി ഉപ്പാൻ്റെ സഹോദരിക്കോ നമ്മൾ അമ്മായിയൊക്കെ ഉണ്ടാവില്ലേ, ഓർക്ക് എന്താ പറയുക, അമ്മത്ത് എന്നാണ് പറയുക കേട്ടോ. ഇവിടെ ഒരു ഹാത്താ കൂടുകയുള്ളൂ. ഇവിടെ ഹാലിന് ഹാത്താ കൂടിയ പോലെ തന്നെ ഇവിടെ ഒരു ഹാത്താ കൂടുക. അവരുടെ വല്യുപ്പ, നമ്മൾ ഉപ്പാൻ്റെ ഉപ്പാക്കാണ് പറയുക ജദ്, ഉപ്പാൻ്റെ ഉമ്മക്ക് പറയുന്നതാണ് ജദ്ദത്ത്. അത് 2 ഒരേപോലെ തന്നെ കേട്ടോ. ഉമ്മാൻ്റെ ഉപ്പാണെങ്കിലും ഉപ്പാൻ്റെ ഉപ്പയാണെങ്കിലും ജദ് എന്ന് തന്നെ പറയുക, വല്യുപ്പ എന്നുള്ള അർത്ഥത്തിൽ. ഇനി ഉമ്മാൻ്റെ ഉമ്മയും ഉപ്പാൻ്റെ ഉമ്മാക്കൊക്കെ ജദ്ദത്ത് തന്നെ ഉണ്ടോ പറയുക. ഓക്കെ, അത് വ്യത്യസ്ത പേരുകളായിരിക്കും, അതുകൊണ്ടാണ് എന്ത് ചെയ്തത് അങ്ങനെ കുടുംബമരം വരയ്ക്കാൻ ഇവിടെ ഏൽപ്പിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3ാം ക്ലാസ്സിൻ്റെ ദുറൂസിൽ പരീക്ഷ പ്രത്യേകം നമ്മൾ നോക്കി പഠിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ.